കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വീഡിയോയാണ്. നടൻ ആസിഫ് അലിയിൽ നിന്നും പുരസ്കാരം വാങ്ങാൻ മടിക്കുന്ന രമേശ് നാരായണന്റേതാണ് ഈ വീഡിയോ ദൃശ്യങ്ങൾ. MG വാസുദേവൻ നായരുടെ 9 കഥകളെ ആസ്പദമാക്കി ഒരുങ്ങുന്ന ആന്തോളജി സീരീസ് മനോരഥങ്ങളുടെ ട്രെയിലർ റിലീസിനിടെ നടന്ന പുരസ്കാരദാന ചടങ്ങിൽ ആസിഫ് അലിയിൽ നിന്നും പുരസ്കാരം സ്വീകരിക്കാൻ സംഗീത സംവിധായകൻ രമേശ് നാരായണൻ വിസമ്മതിച്ചു. ആസിഫ് അലിയെ അപമാനിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റമാണ് രമേശ് നാരായണിൽ നിന്നും ഉണ്ടായത്. പുരസ്കാരം കൈമാറാനായി ആസിഫ് അലി വേദിയിലെത്തിയപ്പോൾ വലിയ താല്പര്യമില്ലാതെയാണ് രമേശ് നാരായണൻ ആസിഫിൽ നിന്നും ട്രോഫി വാങ്ങിയത്. മാത്രമല്ല, ആസിഫിന്റെ മുഖത്ത് പോലും നോക്കാൻ കൂട്ടാക്കാതെ സംവിധായകൻ ജയരാജനെ വേദിയിലേക്ക് വിളിപ്പിച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ പുരസ്കാരം കൊടുക്കുകയും അത് തനിക്ക് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു രമേശ് നാരായണൻ. ശേഷം ജയരാജൻ നൽകിയ പുരസ്കാരം വാങ്ങിക്കൊണ്ട് ക്യാമറകൾക്ക് പോസ് ചെയ്യുന്നതും വൈറൽ വീഡിയോയിൽ വ്യക്തമാണ്. മാത്രമല്ല, ശേഷം ജയരാജനെ കെട്ടിപ്പിടിച്ച രമേശ് നാരായണൻ സന്തോഷം പങ്കുവെക്കുകയും ചെയ്യുന്നു. എന്നാൽ ആസിഫിനെ തീർത്തും അവഗണിച്ചു. ഒരു ഷേക്ക് ഹാൻഡ് നൽകാനോ അദ്ദേഹത്തിന് മുഖത്ത് നോക്കാനോ പോലും രമേശ് നാരായണൻ തയ്യാറായില്ല. വീഡിയോ വൈറലായി മാറിയതോടെ ഒരു വിഭാഗം രമേശ് നാരായണനെ വിമർശിച്ചും മറ്റൊരു വിഭാഗം അനുകൂലിച്ചും രംഗത്തെത്തി. എത്ര വലിയ പാട്ടുകാരനാണെങ്കിലും ആദ്യം മനസ്സിലെ അഴുക്ക് കളയണമെന്നാണ് രമേശിനെ വിമർശിക്കുന്നവർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത്. അറിവും പ്രശസ്തിയും വർദ്ധിക്കുമ്പോൾ വിനയത്തോടെ സഹജീവികളോട് പെരുമാറിയാൽ മാത്രമേ കൂടുതൽ ഉയർച്ചയുണ്ടാകുമെന്നും വിമർശനമുണ്ട്. ആദ്യം ഇവന്റെയൊക്കെ മനസ്സിലെ അഴുക്ക് കളയണം. എന്ത് വലിയ പാട്ടുകാരനായാലും ഇവിടെ അപമാനിതനായത് ആസിഫ് അലി അല്ലല്ലോ, രമേശ് തന്നെയല്ലേ. ആസിഫ് അലി വീണ്ടും ജനങ്ങളുടെ മനസ്സിൽ വിജയിച്ചു. അവാർഡ് കൊടുത്ത ആസിഫ് അലിയെ ഞങ്ങൾക്ക് നന്നായി അറിയാം. അവാർഡ് വാങ്ങിയ ഈ രമേശ് ഏതാ? ഇയാളുടെ ഒരു ബഹുമാനമുണ്ടായിരുന്നു. ഇനി അത് വേണ്ട. അൽപ്പൻ ഒരു ഊളത്തരം കാണിച്ചെങ്കിലും തന്നെ പറ്റി 4 പേർ വീണ്ടും ചർച്ചയാക്കട്ടെ എന്ന ചിന്ത. ഇത്രയും ധാർഷ്ട്യമുള്ള ആളുകളൊക്കെ കലയെ കൊന്നു തിന്നും. മലയാളികൾക്കിടയിലെ ഇളയരാജയാണെന്ന് തോന്നുന്നു എന്നിങ്ങനെ നീളുന്നു രമേശിനെ വിമർശിച്ചുള്ള കമന്റുകൾ. അതേസമയം രമേശിനെ അനുകൂലിച്ചും ചിലരൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. ആസിഫിനെ ശ്രദ്ധിച്ചില്ല എന്നത് വാസ്തവമാണോ എങ്കിലും അപമാനിക്കുകയോ വിവേചനം കാണിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് രമേശ് നാരായണന്റെ വിശദീകരണം. സന്തോഷ് നാരായണൻ എന്ന പേരാണ് അവിടെ അനൗൺസ് ചെയ്തത്. അതിന് പിന്നാലെ ആസിഫ് എന്ന് മൊമന്റോ എന്നെ ഏൽപ്പിച്ചു പോയി. ആസിഫ് എനിക്കാണോ ഞാൻ ആസിഫിനാണോ മൊമന്റോ നൽകേണ്ടത് എന്ന് പോലും വ്യക്തമാകുന്നതിന് മുമ്പേ മൊമന്റോ എന്നെ ഏൽപ്പിച്ച് ആസിഫ് ഒരു ആശംസ പോലും പറയാതെ പോയി. തുടർന്നാണ് താൻ ജയരാജനെ വിളിച്ചത്. ആസിഫിനെ ശ്രദ്ധിച്ചില്ല എന്നത് വാസ്തവമാണെങ്കിലും അപമാനിക്കുകയോ വിവേചനം കാണിക്കുകയോ ചെയ്തിട്ടില്ല. വസ്തുത ഇതായിരിക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാതെയുള്ള സൈബർ ആക്രമണത്തിൽ വിഷമമുണ്ട് എന്നാണ് മാധ്യമങ്ങളോട് പ്രതികരിക്കവേ രമേശ് നാരായണൻ പറഞ്ഞത്. ആസിഫ് അലിയുടെ കയ്യിൽ നിന്നും താൻ സന്തോഷത്തോടെയാണ് പുരസ്കാരം വാങ്ങിയത് എന്നും അത് ജയരാജ് ഒരിക്കൽ കൂടി തനിക്ക് തരണമെന്ന ആഗ്രഹത്തിലാണ് അദ്ദേഹത്തിൽ നിന്ന് കൂടി സ്വീകരിച്ചത് എന്നും രമേശ് നാരായണൻ വ്യക്തമാക്കി. പ്രചരിക്കുന്ന വീഡിയോ കണ്ട് എല്ലാവരും തെറ്റിദ്ധരിച്ചതാണെന്നും വലിപ്പച്ചെറുപ്പം കാണിക്കുന്നയാളല്ല താനെന്നും രമേശ് നാരായണൻ പറഞ്ഞു.